ഇതായിപ്പോൾ എം ടിക്ക് പിന്നാലെ എം മുകുന്ദനും അധികാര സർവാധിപത്യത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന മാതിരിയായിപ്പോയി. എം ടിയുടെ അടിയുടെ ആഘാതത്തിൽ തന്നെ പലരും തല ഉയർത്തിയിട്ടില്ല. അപ്പോഴാണ് അധികാര സർവാധിപത്യത്തിനെതിരെ മറ്റേ കവളിൽ എം മുകുന്ദനും ആഞ്ഞടിക്കുന്നത്. ആരെയാണ് എം ടിയും എം മുകുന്ദനും പ്രഹരിച്ചിരിക്കുന്നത് എന്നുള്ളതാണിപ്പോൾ ആകെയുള്ളൊരു കൺഫ്യൂഷൻ. അടിയിൽ വീണ് കിടക്കുന്നത് ആരാണെന്ന് മലയാളിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ മാധ്യമങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് അത് ഇന്ന ആളാണെന്ന്. എം ടി പക്ഷേ ആരെയാണ് താൻ അടിച്ചതെന്ന് പറഞ്ഞില്ലെങ്കിലും മുകുന്ദൻ അടിച്ചത് ആരെയാണെന്ന് ഏറെക്കുറെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് കുറച്ചു കാലമായി എം മുകുന്ദൻ പല സന്ദർഭങ്ങളിലായി പറഞ്ഞു തുടങ്ങിയിരുന്നു. മാതൃഭൂമി വരാന്ത പതിപ്പിൽ അതിൻ്റെ സപ്ലിമെൻറ്റിൽ അദ്ദേഹം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എംബസിക്കാലം എന്നൊരു പരമ്പരയുണ്ട്. അതിൽ കൃത്യമായി ചില സൂചനകൾ മുകുന്ദൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് സാഹിത്യകാരന്മാരും ഇടതുപക്ഷ ചേരിയോട് ചേർന്ന് പോകുന്നവരായിട്ടാണ് മലയാളി മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ അവരുടെ വിമർശനം ഏത് പക്ഷത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും അതിൻ്റെ ചില ദുർനടപ്പുകളെ ചൂണ്ടിക്കാട്ടാനുമായിരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. മറ്റേ പക്ഷത്തെ നന്നാക്കിയെടുക്കാനുള്ള ബാധ്യത അവർ ഏറ്റെടുക്കുമെന്ന് കരുതുക വയ്യല്ലോ. വലതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നിടത്ത് ഈ രണ്ട് സാഹിത്യകാരന്മാർക്കും വലിയ റോളുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എം ടി, അതേ വിമർശനം അദ്ദേഹം ഒരു വലതുപക്ഷ അധികാരിയുടെ മുന്നിൽ എടുക്കുമായിരുന്നില്ല എന്ന് വേണം കരുതാൻ. തിരുത്താനും മുന്നോട്ട് കുതിക്കാനുമുള്ള ഒരു സമൂഹത്തിനോട് മാത്രമാണ് സാഹിത്യകാരന്മാർ കലഹിക്കുക. ഇവിടെയും അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെയൊക്കെയാണെങ്കിലും അമിതാധികാര പ്രവണതയുള്ള സർവാധിപത്യ കുതിയുള്ള ഏത് അധികാരികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സാഹിത്യ ശ്രേഷ്ഠരുടെ കനത്ത മുന്നറിയിപ്പ്. അധികാരികളുടെ മാത്രം കുഴപ്പമാണ് ഇതിനെല്ലാം എന്ന് ഇവർ ധരിച്ചു വശാകുന്നതിലും ചെറിയൊരു പെശകുണ്ട്. അങ്ങനെ കരുതുക വയ്യ. അധികാരികൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന സർവാധിപത്യം അതത്ര എളുപ്പമുള്ളതല്ല. ആരാധന മൂത്ത് ഭ്രാന്താകുന്ന സമൂഹമാണ് ഈ അധികാരികളെ സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന് ഇവർ മറന്നു പോകുന്നു. ആ സമൂഹത്തിൻ്റെ കരണത്തുകൂടി ഈ സാംസ്കാരിക നായകന്മാർക്ക് അടിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് ഇവരെന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിൽ വരികയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.